കാനഡയിൽ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്ത ടിം ഹോർട്ടൻസ് ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ചൂട് കാപ്പിയും വാങ്ങി. അവിടുന്ന് ഒരു 14 കിലോമീറ്റർ അപ്പുറത്തുള്ള മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടവും കണ്ട്. അത് കഴിഞ്ഞ് ഹാമിൽട്ടന്റെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് കറങ്ങി വന്നാലോ? അപ്പൊ എങ്ങനെയാ, പോവല്ലേ? വാട്ടർഫോൾ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്, അതാണ് ഹാമിൽട്ടൺ. ഈ ഒരു ചെറിയ നഗരത്തിൽ ഏകദേശം 100ഓളം വാട്ടർഫോൾ ഉണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. അതിലൊന്നായ ഷെർമൻ ഫോൾസിലോട്ടാണ് ഇന്ന് നമ്മൾ പോണത്. വെള്ളച്ചാട്ടം 100 ഉണ്ടെങ്കിലും ഷെർമൻ ഫോൾസിൽ പോകാൻ എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യാലിറ്റി ഒന്നും ഉണ്ടായിട്ടല്ല, മനസ്സെത്തേണ്ടോടത്ത് കാർ പിടിച്ചെത്തണം എന്നില്ലല്ലോ. പോവാനുള്ള 3-4 വാട്ടർഫോളിന്റെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്തിന്റെ ഭംഗി കണ്ടപ്പോൾ കുറച്ചധികം നേരം ഇവിടെ ഇരുന്ന് പോയി. ഈ തണുപ്പത്ത് പുറത്ത് നടക്കാനും മടിയാ, എന്നാ എവിടെയെങ്കിലും പോവും വേണം. ആ ഒരു അവസ്ഥയിൽ പോകാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഷെർമൻ ഫോൾസ്. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ തന്നെ ഫോൾസ് എത്തി. നയാഗ്രയിൽ സ്റ്റാർട്ട് ചെയ്ത് ടോബർമോറി വരെ എത്തി നിൽക്കണം ഏകദേശം 890 കിലോമീറ്റർ നീട്ടുള്ള ബ്രൂസ് ട്രെയിലിൽ പെടുന്നൊരു ഭാഗമാണ് ഈ ഷെർമൻ ഫോൾസ്. ഈ കാൻറ്റർബറി ഹിൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്. ചെറിയൊരു സ്നോഫോളും ഒരു 0 to 3 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറും, ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കാർ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിക്കോ. എന്തായാലും ആ ട്രിപ്പ് വേസ്റ്റ് ആവില്ല. കാരണം ഇവിടെ വന്ന് മഞ്ഞ് മൂടി കിടക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടവും അതിൽ കൂടെ ഒഴുകുന്ന വെള്ളവും കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു റീഫ്രഷിങ് ഫീൽ തന്നെ. നല്ലപോലെ ലെയർ ചെയ്ത് ഡ്രസ്സ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വിൻ്റർ ഷൂസും ഗ്ലൗസും ഒക്കെ ഒരു ആർഭാടായി തോന്നുകയാണെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് കുറച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അതൊക്കെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉപകാരപ്പെടുക തന്നെയുള്ളൂ. മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ പാറയും കല്ലൊന്നും നമുക്ക് മേലേക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് നടക്കുക. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അധികം ആവേശം കാണിക്കാണ്ട് പതുക്കെ നടക്കുകയാണ് എപ്പോഴും നല്ലത്. നമ്മളിൽ പലരും ഇപ്പോഴത്തെ കാലത്ത് ഉറങ്ങാൻ വേണ്ടി കേൾക്കുന്ന ആംബിയൻ മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു ഫീലാണ് എനിക്കിവിടെ വന്ന് വെറുതെ നിന്നപ്പോൾ കിട്ടിയത്. 2-3 ദിവസം ടെമ്പറേച്ചർ -6 to 7 തന്നെ നിന്ന് കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾ മൊത്തം ഫ്രോസൺ ആവും. ആ ഒരു ലുക്കും നമുക്ക് ശരിക്കും ഒരു ഫെയറി ടെയിലൊക്കെ കാണുന്ന പോലെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് കണ്ട് തന്നെ ആസ്വദിക്കണം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ഹാമിൽട്ടണിലെ ഷെർമൻ ഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. GTA KWC ഏരിയയിലുള്ളവർ എന്തായാലും എല്ലാവരും വന്നിട്ടുണ്ടാവും. അപ്പോൾ പുതിയൊരു കാഴ്ചയൊന്നുമല്ല, പണ്ടോട്ടുള്ളതാണ്, എല്ലാവരും അറിയുന്നൊരു വെള്ളച്ചാട്ടമായിരിക്കും. എന്നാലും സമ്മറിൽ എല്ലാവരും വന്നിട്ടുണ്ടാവും, ഫോൾസിൽ എല്ലാവരും വന്നിട്ടുണ്ടാവും. പക്ഷേ വിൻ്ററിലും കൂടിയും വരാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ കാനഡ എന്ന് പറഞ്ഞാൽ മഞ്ഞാണല്ലോ. അപ്പോൾ ഈ നാടിൻ്റെ ഭംഗി മഞ്ഞിലും കൂടിയും കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഫീൽ നമുക്ക് കിട്ടുക. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക അവിടേക്കൊക്കെ വരാൻ. എക്സ്ട്രീം സ്നോഫോൾ ഇല്ലാത്ത ടൈമുകളിൽ, അങ്ങനെ ഭയങ്കര മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ വരാണ്ട് പിന്നെ നല്ലത്, റിസ്ക് എടുക്കണ്ട. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, പിള്ളേരെയും കൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ, കാരണം അവർക്ക് ഒരുപാട്, അവർക്കെന്നല്ല ഞാൻ തന്നെ അത്യാവശ്യം ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. കാരണം മഞ്ഞും, ഇപ്പോൾ തൃശ്ശൂർക്കാരനായിട്ട് പറയല്ല, എത്ര തവണ ആനേനെ നോക്കിയിരുന്നാലും ആനേനെ കണ്ടു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരൻ പിന്നെയും വായു പൊളിച്ച് നോക്കിയിരിക്കും. അതുപോലെ തന്നെ തോന്നുന്നു എനിക്കിപ്പോൾ മഞ്ഞ്. ഞാൻ അധികം കാലമായിട്ടില്ല ഇവിടെ വന്നിട്ട്, 3 കൊല്ലമായിട്ട്.
ഈ 3 കൊല്ലം ഈ കഴിഞ്ഞ വിൻ്ററിലൊക്കെ മഞ്ഞ് പെയ്യുമ്പോൾ വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ വളരെ രസമാണ് കാണാൻ. മഞ്ഞ് എപ്പോഴും ഒരു അത്ഭുതമാണ്. അപ്പോൾ ഷെർമൻ ഫോൾസ് ഈ സമയത്ത് തന്നെ സ്നോ ഉള്ള ടൈമിൽ എല്ലാവരും വരാൻ ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി രസമാണ് കാണാൻ. നമ്മൾ സാധാരണ ഒരു വെള്ളച്ചാട്ടവും മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകുന്നതും കാണാൻ വ്യത്യാസമുണ്ടല്ലോ, അതുപോലെ. ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യണത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഈ ഒരു ചെറിയ യാത്ര നടത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ പോയൊരു സ്ഥലത്തിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ച അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ കാണുന്നവരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയണത് അത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം 3-3.5 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല. ഇത്ര നേരം ഇവിടെ ചെലവഴിച്ചെങ്കിലും ഞാൻ കണ്ട് ആസ്വദിച്ച ആ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്രത്തോളം ആ ഒരു ഫീലോടുകൂടി എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. തുടക്കക്കാരനല്ലേ, വരുന്ന വീഡിയോസിൽ ഞാൻ മാക്സിമം കുറച്ചും കൂടി നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഷെർമനിയിൽ നിന്ന് പിന്നെ നേരെ പോയത് ഹാമിൽട്ടണിൽ തന്നെയുള്ള കൺസെഷൻ പോയിന്റിലോട്ടാണ്. ഹാമിൽട്ടണിൽ ഒരു മെയിൻ വ്യൂ പോയിൻ്റാണ് കൺസെഷൻ പോയിന്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹാമിൽട്ടൺ സിറ്റി കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവന്നപ്പോഴാണ് രാവിലെ പോയി കാപ്പി കുടിച്ച് ടിമോട്ടൻസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. കനേഡിയൻസിൻ്റെ ഒരു വികാരമാണ് ടിമോട്ടൻസ്. കാനഡയിലെത്തി ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ള തന്നെ നമ്മളിൽ 99% ആൾക്കാരും വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മേടിച്ചൊരു കോഫി ഇന്ന് ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ടുണ്ടാവും. 1964 അന്നത്തെ നാഷണൽ കനേഡിയൻ ഐസ് ഹോക്കി ടീമിൻ്റെ ഒരു മെയിൻ പ്ലെയർ ആയിരുന്നതേ ഈ കാണുന്ന പുള്ളിക്കാരൻ, ടിമോട്ടൻ എന്നറിയപ്പെടുന്ന മൈൽസ് ഗിൽബർട്ട് ടിമോട്ടൻ. ആള് ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്ത ഔട്ട്ലെറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇന്നിപ്പോൾ അതൊരു മിനി മ്യൂസിയം ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തേക്കുക. ശരിക്കും അതൊരു കൗതുകമുള്ള കാര്യമല്ലേ, വേറെ ഒരു കോഫി ഷോപ്പിന് ഒരു ചെറിയ മ്യൂസിയം. അന്ന് സെർവ് ചെയ്തിരുന്ന കോഫി ഗ്ലാസ്സുകൾ, ഫ്ലാസ്ക്, ഈവൻ അന്നത്തെ ടിംബിറ്റ്സും ഡോണറ്റ്സിൻ്റെ ചെറിയ ചെറിയ മോഡലുകൾ വരെ ഇവരിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ വിൻ്റർ ആയപ്പോൾ ഇവർ മ്യൂസിയം ക്ലോസ് ചെയ്തേക്കുക. ഇനി സമ്മറിലേ ഇത് ഓപ്പൺ ആവുള്ളൂ. സമ്മർ ടു ഫോൾ ആണ് പൊതുവെ ഈ മുകളിൽ കാണുന്ന മ്യൂസിയം ഏരിയ ഓപ്പൺ ആവുന്നത്. ചായയിൽ നിന്ന് കാപ്പിയിലോട്ടുള്ള യാത്രയിൽ ടിമ്മിന് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പം നമ്മൾ ആ നന്ദി പറയാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. വേറെ ഒരു ഔട്ട്ലെറ്റിൽ തുടങ്ങിയിട്ട് ഇന്ന് ഇന്ത്യയും കാനഡ അടക്കം 14 രാജ്യങ്ങളിൽ ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി. അങ്ങനെ ഒരു ഷോപ്പിൻ്റെ ഹിസ്റ്ററി അത് നമ്മൾ അറിയാണ്ട് പോരുതല്ലോ. ഒരു ചായക്കട ഇട്ടാൽ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ഇത്. ആർട്ട് ആൻഡ് ഹിസ്റ്ററിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഹാമിൽട്ടണെങ്കിലും ടൈം മാനേജ്മെൻറ്റ് ചെറുതായിട്ടൊന്നും പാളിയുണ്ട്. എനിക്ക് അധിക സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. ഹാമിൽട്ടൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡൺഡേൺ കാസിൽ. ഇതൊരു കാസിലല്ല, ഒരു മാൻഷനാണ്, വലിയൊരു വീട്. 1835 ശരിക്കും പറഞ്ഞാൽ കാനഡ വരെ ഫോം ചെയ്യണേക്കാട്ടിലും മുമ്പ് പണിതൊരു വീട്. ലേക്ക് ഒണ്ടാരിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹില്ലി ഏരിയ. വേറൊരു ഫാം ഹൗസ് മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് സർ എലൻ മെക്നാബ് എന്ന് പറയുന്ന വ്യക്തി ആ കാലത്ത് 1835 കാനഡ അപ്പർ കാനഡയും ലോവർ കാനഡയുമായൊരു കാലത്ത് പണിതത് 72 മുറിയും ഗ്യാസ് ലൈറ്റിങ്ങും പ്ലംബിങ് അടക്കമുള്ള ഒരു വീട്. അന്നത്തെ കാലത്ത് അത് മോസ്റ്റ് മോഡേൺ ടെക്നോളജി എന്ന് പോലും പറയാൻ പറ്റുന്നതിനും അപ്പുറത്തൊരു കാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് 12 തൊട്ട് വൈകിട്ട് 4 വരെ അത്രയും മാത്രമാണ് വിസിറ്റേഴ്സിന് ഇവിടെ എൻട്രി ഉള്ളൂ. മൺഡേ ക്ലോസ്ഡും ആണ്. ഞാൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം 4:30. അതുകൊണ്ട് ഉള്ളിലത്തെ കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി വരുന്ന വീഡിയോസിൽ കൂടുതൽ സ്ഥലങ്ങളും അവിടുത്തെ കുറച്ചും കൂടി അധികം കാഴ്ചകളും
ആ സ്ഥലങ്ങളുടെ എല്ലാം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും ഹിസ്റ്ററി എല്ലാം ചേർത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഫോർ ദിസ് ടൈം ഇറ്റ്സ് മീ ദി ഹോം സിക് തൃശ്ശൂർക്കാരൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് സീ യു ഓൾ നെക്സ്റ്റ് ടൈം.